ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെയാണ്. NDA സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയുമാണ് മത്സരിക്കുന്നത്. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ BJD, BRS പാർട്ടികൾ തീരുമാനിച്ചതായാണ് സൂചന. ഇത് NDAക്കെതിരായ വോട്ടുകളുടെ എണ്ണം കുറയ്ക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പി. സുനിലിന്റെ കൂടുതൽ വിവരങ്ങളുമായി. പി. സുനിൽ, അത്ഭുതങ്ങളൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന വോട്ടുകളുടെ എണ്ണത്തിൽ ഒരുപക്ഷെ കുറവുണ്ടായേക്കാം. അത് മാത്രമല്ലേ പ്രതീക്ഷിക്കുന്നുള്ളൂ പി. സുനിൽ? അരുൺ, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കും എന്ന് BRSും BJDയും പ്രഖ്യാപിച്ചതോടെ ആകെയുള്ള വോട്ടുകളുടെ എണ്ണം 781 നിന്ന് 770 കുറയുകയാണ്. ഇതിൽ 423 വോട്ട് NDAക്ക് ലഭിക്കണം. അതേസമയം 450 വോട്ടുകൾ ലഭിക്കും എന്ന പ്രതീക്ഷയാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യ സഖ്യത്തിന് 322 വോട്ടുകളാണ് ലഭിക്കേണ്ടത്. അത്ഭുതമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. NDAയുടെ സ്ഥാനാർത്ഥിയായ CP രാധാകൃഷ്ണൻ തന്നെയായി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വിജയിക്കാൻ പോകുന്നത്. ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡി എത്ര വോട്ടുകൾ പിടിക്കും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. 322 എന്ന ഇന്ത്യ സഖ്യത്തിന്റെ വോട്ടിൽ ഒരു വോട്ട് കുറഞ്ഞാൽ പോലും അത് ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും. അപ്പോൾ അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം എന്നത്. വിജയം ആർക്ക് അനുകൂലമാകും എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ ആ വിജയത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ വോട്ടുകൾ കൂടി ഉണ്ടാകുന്നുവെങ്കിൽ അത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ കൗതുകമാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഈ വോട്ടെടുപ്പിലും തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നത്. അതെന്താണ് എന്നത് നമുക്ക് നാളെ വൈകിട്ടോടുകൂടി വ്യക്തമാകും. നാളെ രാവിലെ 9 മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിക്കാൻ പോകുന്നത്. വൈകിട്ട് 5 മണി വരെ വോട്ടെടുപ്പ് നടക്കും. 6 മണിക്ക് ശേഷം ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി ആരാകും എന്നതിന്റെ പ്രഖ്യാപനം വരും. താങ്ക് യു. പി. സുനിലാണ് വിവരങ്ങൾ നൽകിയത്.